ഹായ് ഫ്രണ്ട്സ്, സൺഡേ മോർണിംഗ്. സൺഡേ ആയതുകൊണ്ട് നമുക്ക് വർക്ക് പ്രത്യേകിച്ച് കസ്റ്റമേഴ്സോ വർക്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിത് നല്ല ഇഡ്ഡലിയും മീൻ പൊരിച്ചതും നല്ല സൂതമീൻ കേട്ടോ. ഡൽഹിയിൽ സൂതമീൻ വളരെ റെയറായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മീനാണ് ഈ സൂത. പിന്നെ നല്ല തേങ്ങ ആൻഡ് മല്ലിച്ചപ്പും കരിവേപ്പിലയും കൂട്ടിയിട്ടുള്ള മറ്റേ ഉണക്കമുളകും ചട്നിയും ഫുൾ സെറ്റ്. രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോഴാണ് ആവുന്നത്. യെസ്, ഗുഡ് മോർണിംഗ്. നല്ല സൂത മീൻ പൊരിച്ചതല്ല പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഇഡ്ഡലി, കേരളീയൻ ഇഡ്ഡലി റെഡിയായിട്ടിരിക്കുന്നത്. അടുത്ത് നമ്മുടെ നല്ല തേങ്ങ, മല്ലിച്ചപ്പ്, ഇഞ്ചി, പച്ചമുളക്, കടുകൊക്കെ പൊട്ടിച്ച് എടുത്ത ചട്നി, നല്ല തേങ്ങ ചട്നി ഫോർ ഇഡ്ഡലി. മീൻ പൊരിച്ച് സെറ്റായി. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും വിചാരിക്കേണ്ട 1 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇടുന്നതല്ലേ. അത് ഞാൻ കാണിച്ചത് ലാസ്റ്റ്. അത് നല്ല സൂതമീൻ ഫുൾ സെറ്റായിട്ട് നിൽക്ക് വെയിറ്റിംഗ് ആണ്. ഇഡ്ഡലി സെറ്റാണ്. പിന്നെന്താ ചമ്മന്തി, ചട്നി. അത് കഴിഞ്ഞ് നമ്മളത് കാണും. എന്തുകൊണ്ടാണ് 1 മണിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ മീനെടുത്ത അവസ്ഥ. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കേട്ടോ, നല്ല കോടയാണ് ഈ സമയത്തും. 1 മണി സമയത്ത് പോലും നല്ല കോടയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇഡ്ഡലി, ചട്നി, സൂത പൊരിച്ചത് സെറ്റാണ്. നമ്മൾ റെഡി ആയിട്ട് കഴിക്കാൻ പോവാ. പലരും വിചാരിക്കുന്നുണ്ടാവും, കേരളത്തിൽ നിന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ അത്ര വലിയ സംഭവമാണ്. പക്ഷേ കുറച്ചു കാലം നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ, ഡൽഹിയിലോ അല്ലെങ്കിൽ ഈവൻ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പോലെ മീററ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മീററ്റിനെ പോലത്തെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കിട്ടില്ല. 8 വർഷമായിട്ട് ഞാനിവിടെ വന്നു പോയി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 വർഷമായിട്ട് കംപ്ലീറ്റ്ലി ഇവിടെയാണ്. ഒരു 2-3 മാസമായിട്ടാണ് നമ്മുടെ 2 പയ്യന്മാർ വന്നു നാട്ടിൽ നിന്ന്. ഒരു വന്നതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് കഴിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ റൊട്ടി ദാൽ അല്ലെങ്കിൽ വല്ല വടാപ്പാവും, പാനിപൂരിയും, അല്ലെങ്കിൽ എന്താ പറയുക ചൗമീനും, ആലു മട്ടറും, ആലു കൊണ്ടുള്ള ഒരു എന്താ പറയുക ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത ഒരു സംഭവം ഇവർ കഴിക്കില്ല. അപ്പോൾ നമുക്കാണെങ്കിൽ അത് എല്ലാ സമയത്തും ഉരുളക്കിഴങ്ങ് പറ്റിയത് കഴിച്ചിട്ട് ആലു പൊറോട്ടയും കഴിച്ചിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴാണ് ഞാൻ കുറേ കാലം അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോഴാണ് സെറ്റായത്. ഇപ്പോൾ നമ്മൾ കേരള ദോശ ഉണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും, മീൻ പൊരിച്ച് കിട്ടുന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലത്തെ മീൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് സൂതമീൻ എന്നൊക്കെ പറഞ്ഞാൽ ചൂര എന്നൊക്കെ പറയും. ഇത് ഒരു സംഭവമേ അല്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് വലിയൊരു സംഭവമാണ്. ഇവിടെ മീൻ കിട്ടുകയില്ല. ഇവിടെ മീൻ കിട്ടാൻ പറ്റത് രേഹു, കട്ട്ല പോലത്തെ എന്താ ഉണ്ടാക്കുന്ന ഇവിടെ വളർത്തുന്ന മീനുകൾ, അങ്ങനത്തെ മീനുകൾ കിട്ടുള്ളൂ. അല്ലാതെ ഇത് പുഴമീനോ കടൽമീനോ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും സൂത അല്ലെങ്കിൽ മത്തിയൊക്കെ ഉണ്ടല്ലോ, നല്ല മത്തി കിട്ടും ഇവിടെ ഒരു കേരള സ്റ്റോർ ഉണ്ട്. ഞങ്ങൾ കണ്ടെത്തിയത് ഇപ്പോൾ ഈ 2 പയ്യന്മാർ വന്നതിന് ശേഷമാണ് നമ്മൾ കണ്ടെത്തുന്നത് തന്നെ ഇങ്ങനെ കേരള സ്റ്റോർ മീനായിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഓക്കെ, താങ്ക് യു.